സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ വേറെ നിങ്ങൾ ഇതുവരെയായിട്ട് ആരും ചെയ്യാത്തൊരു കണ്ടൻറ്റ്, അതുപോലെ തന്നെ ഞാൻ ഇതുവരെയായിട്ട് ചെയ്യാത്തൊരു കണ്ടൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വേറെ നിങ്ങൾ ഗൈസ്, നമ്മുടെ ഫ്രീ ഫയറിലാണെങ്കിൽ കുറേ AC-കളുണ്ട്, മീൻസ് ഒരുപാട് അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ കുറച്ച് ഗ്ലിച്ച് മീൻസ് ഒരുപാട് ഗോസ്റ്റും കാര്യങ്ങളൊക്കെ എന്നൊക്കെ വേണം പറയാം. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ ഒരുപാട് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഒരുപാടില്ല, 1-2-3 അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു അക്കൗണ്ടും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മുന്നേ റിവീൽ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു അക്കൗണ്ടും കാര്യങ്ങളാണ് നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ നെട്ടും, കാരണം അത്രയ്ക്കും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വീഡിയോയും കാര്യങ്ങളും, അതുപോലെ തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു വീഡിയോ കാര്യങ്ങളും കൂടെ ആയി തീരും ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു വീഡിയോ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാൻ മുഴുവനായിട്ട് കാണാൻ മാക്സിമം ശ്രമിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആവുന്ന ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ വിചിത്രമായ ആദ്യത്തെ ഐഡിയ കാര്യങ്ങളൊക്കെ ഇതാണ്. ഇത് നിങ്ങൾ ഐഡിയും കാര്യങ്ങളും ശ്രദ്ധിച്ച് കണ്ടോ? അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റത്തെ ഐഡിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നേരെ ആ പുള്ളിക്കാരൻ ID സെർച്ച് ചെയ്തെടുത്തു. പിന്നെ ഒരു പുള്ളിക്കാരൻ നോക്കുമ്പോൾ ആ പുള്ളിക്കാരൻ്റെ പേരും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലെവലും കാര്യങ്ങളും കണ്ടാൽ മനസ്സിലാവും. ഒരു ലെവൽ പുള്ളിക്കാരൻ്റെ പേര് പിറോതെക്സ്റ്റ് ആണ്, എന്തോ ഒരു പേരാണ്, കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല, ഇംഗ്ലീഷ് അത്ര വശമല്ല. അപ്പോൾ ഇതാണ് ഒരു പുള്ളിക്കാരൻ്റെ ഐഡിയും കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ സംഭവം? അപ്പോൾ വേറെ ഒന്നല്ല, തുടർന്ന് കാണുക. അപ്പോൾ ഒരു പുള്ളിക്കാരൻ്റെ ഐഡി ഇങ്ങനെ 30 days ആയിട്ടുണ്ട് ഇപ്പോൾ ആക്റ്റീവായിട്ട്. അതുപോലെ തന്നെ നമ്മളൊരു പുള്ളിക്കാരൻ്റെ ഐഡിയും കാര്യങ്ങളും നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈസ് ആ ഒരു പുള്ളിക്കാരൻ്റെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ. ഇപ്പം നിങ്ങൾ വിചാരിക്കണം ഇവൻ എന്ത് പൊട്ടത്തര പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലോട്ട് നേരെ നോക്കിയെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വേറെ ഒന്നുമില്ല ഗൈസ്, നിങ്ങൾക്ക് ബാഡ്ജും അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ ലൈക്കും കാര്യങ്ങളും നിങ്ങൾക്ക് കണ്ടെത്താൻ മനസ്സിലാവും. 1 ലെവൽ അതുപോലെ തന്നെ 39,408 ലൈക്കും കാര്യങ്ങളൊക്കെയാണ് ഒരു പുള്ളിക്കാരനുള്ളത്. അതുപോലെ തന്നെ ബാഡ്ജും കാര്യങ്ങളും കണ്ടാൽ മനസ്സിലാവും. വെറും 3 സീസണേ കളിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു പുള്ളിക്കാരൻ്റെ ലൈക്കാണ് മെയിൻ പ്രധാന വിഷയം. അപ്പോൾ നിങ്ങൾക്ക് ലൈക്കും കാര്യങ്ങളും കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ലെവലും കാര്യങ്ങളൊക്കെ നോക്കാൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇതൊരു ഗ്ലിച്ച് ഫയലാണോ അതിന് ഗോസ്റ്റ് എന്ത് സംഭവം എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. ജസ്റ്റ് ഫണ്ണായിട്ട് പറയുകയാണ് ഗോസ്റ്റ് എന്നൊക്കെ. അത് നിങ്ങൾ ഫണ്ണായിട്ട് തന്നെ എടുക്കാൻ മാക്സിമം ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഗൈസ്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിൻ്റെ ഉടമസ്ഥൻ ആരാണ് എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതിൻ്റെ അടിയിൽ അപ്പോൾ ഒരു പുള്ളിക്കാരൻ്റെ ബയോയും കാര്യങ്ങളൊക്കെ നോക്കണം, നിങ്ങൾക്ക് കാണാൻ പറ്റും. സബ്സ്ക്രൈബ് എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ചാനലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഗെയിമിംഗ് എന്നൊക്കെ പറയട്ടെ. പേരും കാര്യങ്ങളും അതുപോലെ തന്നെ ആ പുള്ളിക്കാരൻ്റെ പ്രൊമോട്ടും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ഒറ്റയ്ക്ക് വഴിവിട്ട് വരട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈസ് ആ പുള്ളിക്കാരൻ്റെ ലൈക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു ID ഇപ്പോൾ നിലവിൽ ആക്റ്റീവ് അല്ല, എന്തായാലും 30 days ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഐഡിയെ പറ്റി നിങ്ങൾക്ക് എന്താ അഭിപ്രായത്തിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അതുപോലത്തെ ഇതുപോലത്തെ വെറൈറ്റി ഉള്ള IDs കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയിച്ച് നിങ്ങൾ അതുപോലെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ ഇതാണ് ഗൈസ് ഈ ഒരു ഐഡിയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അക്കൗണ്ടും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മൾ അടുത്ത ഐഡിയും കാര്യങ്ങളൊക്കെ ഏതാൻ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യാം. അങ്ങനെ നമ്മളാണെങ്കിൽ അടുത്ത ഐഡിയും കാര്യങ്ങളും നൈസാണ് കോപ്പിയും അതുപോലെ തന്നെ സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് നിങ്ങൾ ഐഡിയും കാര്യങ്ങളൊക്കെ നോക്കിക്കോ. അതുപോലെ തന്നെ പുള്ളിക്കാരൻ 30 days മീൻസ് 30 days ആയിരുന്നു ഒരു പുള്ളിക്കാരൻ ആക്റ്റീവും കാര്യങ്ങളൊക്കെ ആയിട്ട് 30 days അഗൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്താ സംഭവം നോക്കാൻ മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു പുള്ളിക്കാരൻ ഇപ്പോൾ ആക്റ്റീവ് അല്ല. പിന്നെ ഒരു പുള്ളിക്കാരൻ്റെ പേരും കാര്യങ്ങളൊക്കെ നോക്കണം, LMG എന്നൊക്കെ പറയുന്ന ഒരു പേരും കാര്യങ്ങളൊക്കെയാണ്. 23 ലെവലുണ്ട്, മീൻസ് 23 ലെവലും കാര്യങ്ങളുള്ളൊരു വെറുത്ത അക്കൗണ്ടൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് നമുക്ക് അക്കൗണ്ട് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താ തോന്നുന്നു ജസ്റ്റ് ഇപ്പോൾ തന്നെ ഒന്ന് കമൻറ്റ് ഇട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം സംഭവങ്ങളൊക്കെ മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആ പുള്ളിക്കാരനെ ലൈക്കും ഇപ്പോൾ എല്ലാവരും അത് ലൈക്കിലോട്ടവും പോയിട്ടുണ്ടാവുക, ലൈക്കല്ല. ബട്ട് ആ പുള്ളിക്കാരൻ്റെ ബാഡ്ജും കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈസ്. 2 സീസൺ മാത്രമേ പുള്ളിക്കാരൻ കളിച്ചിട്ടുള്ളൂ ഇപ്പോൾ നിലവിൽ. അതുപോലെ തന്നെ ലൈക്കിൻ്റെ കാര്യത്തിൽ മെയിനായിട്ട് നോക്കാനൊന്നുമില്ല, അത് നോർമലി ആണ്. 23 ലൈക്ക് ചിലപ്പോൾ ലൈക്ക് പുഷ് ചെയ്തിട്ട് ചിലപ്പോൾ ഉണ്ടാക്കിയതാവാം പണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പുള്ളിക്കാരൻ്റെ ബാഡ്ജും കാര്യങ്ങളും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. 10, 100, 1000, 10,000 72,307 ബാഡ്ജ് മീൻസ് കളക്ട് ചെയ്തിട്ടുണ്ട്. ബാഡ്ജും കാര്യങ്ങളൊക്കെ പണ്ട് ഒരു പുള്ളിക്കാരൻ കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ്റെ അക്കൗണ്ടും കാര്യങ്ങളും ജസ്റ്റ് നമുക്ക് ഇൻസ്പെക്ട് ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഗൈസ് ആ ഒരു പുള്ളിക്കാരൻ്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്താണ് അതിലുള്ള മനുഷ്യനെ പോലും കാണുന്നില്ല, മീൻസ് ഏതമാണോ ഏതൊരു ക്യാരക്ടറെ പോലും കാണുന്നില്ല, ഏത് ക്യാരക്ടറാണെന്ന് പോലും കാണുന്നില്ല. അതുപോലെ തന്നെ ആ ഒരു പുള്ളിക്കാരൻ്റെ പ്രൊഫൈലൊന്നും കാണുന്നില്ല, പേര് പോലും കാണുന്നില്ല. അതുപോലെ തന്നെ കോസ്റ്റ്യൂം നോക്കുകയാണെങ്കിൽ കോസ്റ്റ്യൂം ഒന്നും ഇട്ടിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. ബട്ട് ആ ഒരു പുള്ളിക്കാരൻ്റെ ഐഡിയും കാര്യങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടുന്നുണ്ട്. എന്താ സംഭവം എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, അറിയാവുന്നവരുടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കട്ടോ ഗൈസ്. അതുപോട്ടെ ഗൈസ്, ചിലപ്പോൾ അത് റേഞ്ച് ഇല്ലാത്ത ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ബട്ട് അത് റേഞ്ച് ഇല്ലാത്ത ഇഷ്യൂ കാര്യങ്ങളൊന്നും അല്ല, ഞാൻ എല്ലാ അക്കൗണ്ടിൽ നിന്ന് കയറി നോക്കിയതാണ്. അങ്ങനത്തെ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ എല്ലാ ഫോണിലും വരുന്നുണ്ട്, IDസും കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കുക. അപ്പോൾ ഒരു പുള്ളിക്കാരൻ്റെ ബാഡ്ജിനെ പറ്റി ഇനി പറയുക. 2 സീസൺ മാത്രമേ പുള്ളിക്കാരൻ കളിച്ചിട്ടുള്ളൂ. ആ പുള്ളിക്കാരൻ തുടങ്ങിയ സീസൺ ആണെങ്കിൽ 5 ബാഡ്ജ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇന്നത്തെ സീസൺ എന്താണെന്ന് അറിയത്തില്ല. ഒരു പുള്ളിക്കാരൻ 72,307 ബാഡ്ജും കാര്യങ്ങളും കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിസ്ക്രിപ്ഷനോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല ഒരു പുള്ളിക്കാരൻ. അപ്പോൾ ഒരു പുള്ളിക്കാരനെ പറ്റി പറയുമ്പോൾ എന്താ പറയുക വെച്ചാൽ പുള്ളിക്കാരൻ ബാഡ്ജും കാര്യങ്ങളൊക്കെ എന്തായാലും ക്യാഷ് കൊടുത്ത് ഇറക്കി വാങ്ങിച്ചതാണ്. കാരണം പണ്ട് വിന്നർ പാസും കാര്യങ്ങളൊക്കെ ബൂയ പാസും കാര്യങ്ങളൊക്കെ ക്യാഷ് കൊടുത്ത് വാങ്ങിയതാവും ബാഡ്ജും കാര്യങ്ങളൊക്കെ ഒരു പുള്ളിക്കാരൻ. അപ്പോൾ എന്തായാലും അതിനെപ്പറ്റിയൊന്നും എനിക്ക് ഡൗട്ടില്ല, കാരണം എന്തായാലും അങ്ങനെ നമുക്ക് വാങ്ങാൻ പറ്റും. എന്തായാലും ഒരു ID ഇപ്പോൾ എന്ത് നിലവിലില്ല. ഈ പുള്ളിക്കാരൻ്റെ വട്ടായിരുന്നു പോലും എനിക്ക് ഒരു ഡൗട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് മറക്കാതെ എന്തായാലും കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുക. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും നമ്മൾ അടുത്ത ഐഡിയും കാര്യങ്ങളൊക്കെ അടുത്ത ഐഡിയും കാര്യങ്ങളോട്ട് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം കൂടെ പറയാണ്ട്. വേറെ ഒന്നല്ല, നമ്മുടെ ഈ ഒരു ചാനലും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട്
ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനലും കാര്യങ്ങളും സബ്സ്ക്രൈബ് ചെയ്തുക. റോഡ് ടു 11K മാക്സിമം നിങ്ങൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾ പെട്ടെന്ന് 11K കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളും മാക്സിമം ചെയ്തേക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മളാണ് ഈ പുതിയ ഗിൽഡും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗിൽഡ് ഐഡിയും കാര്യങ്ങളപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ ഗിൽഡ് ഐഡിയിൽ ചേരാൻ താല്പര്യമുള്ളവർ മീൻസ് ഗിൽഡിൽ ചേരാൻ താല്പര്യമുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കാൻ മറക്കാതെ. കമൻറ്റ് ഇടണമെന്നില്ല, ജസ്റ്റ് റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടാൽ മതി. വെറും 45 ലെവലും കാര്യങ്ങളൊക്കെ തന്നെ മതി എന്ന് തോന്നുന്നു. അപ്പോൾ പുതിയ റിക്രൂട്ട്മെൻ്റ് ആണ്, വേണ്ടവർ മാത്രം കയറിയാൽ മതി. വലിയ ഗിൽഡോ നല്ല ചെറിയൊരു ഗിൽഡാണ്. പുതിയ പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ അത്രയും നമുക്ക് പുതിയ പ്ലേയേഴ്സിനാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇനി ഓൾഡ് പ്ലേയേഴ്സ് ആയാലും സീനും കാര്യങ്ങളൊന്നുമില്ല. ഇഷ്ടമുള്ളവരൊക്കെ ജസ്റ്റ് കയറി. അതുപോലെ തന്നെ കുറേ പേര് ഫ്രണ്ട് ആക്കുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട് ആക്കാൻ താല്പര്യമുള്ളവരും ജസ്റ്റ് ഒരു ഗിൽഡിൽ ജോയിൻ ചെയ്താൽ മതി. എൻ്റെ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി ഞാൻ ഒട്ടും പറഞ്ഞ ബോർഡൊന്നും കാര്യങ്ങളൊന്നും അടുപ്പിക്കുന്നില്ല. നമുക്ക് നേരെ നമ്മളെ കണ്ടിലോട്ട് തന്നെ വരാം. അങ്ങനെ നമ്മൾ ഐഡിയും കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഐഡി കണ്ടെത്തൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫുള്ളി ഫണ്ണായിട്ടുള്ള ഒരു ഐഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടെത്തൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഫുള്ള് 0-0 ആണ്. അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു 3 ഫസ്റ്റ് ഒരു 1. എന്താ സംഭവം എനിക്കറിയത്തില്ല. 30 days ആയിട്ടുണ്ട് ഈ ഒരു പുള്ളിക്കാരൻ ആക്റ്റീവായിട്ട്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിൽ എന്തൊക്കെയാണ് ഒളിഞ്ഞിരിക്കുന്നത് ജസ്റ്റ് നോക്കി നോക്കാം നമുക്ക് എന്താ ഉണ്ടാവുന്നില്ലെന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു പുള്ളിക്കാരൻ്റെ ഐഡിയ എന്തായാലും നമ്മൾ സെർച്ച് ചെയ്ത് ഇങ്ങനെ പുള്ളിക്കാരൻ്റെ പേരിലോട്ട് നമുക്ക് വരാം. അപ്പോൾ പേരും കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് എന്താ കീക്കി 5 ലെവൽ കീക്കി. സംഭവം എന്താ പേര് എന്ന് വെച്ചാൽ ഫണ്ണി ആയിട്ടുള്ളൊരു പേരാണ്. കീക്കിയൊക്കെയാണ് ഗൈസ്. എന്താ സംഭവം എന്ന് അറിയത്തില്ല. അപ്പോൾ നിങ്ങളുടെ ആരുടെയിലൊക്കെ അക്കൗണ്ട് ഇതിന് മുന്നേ ആയിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ 2 അക്കൗണ്ട് നോക്കിയാൽ നിങ്ങൾ ആരുടെയിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ഇട്ടുക. അങ്ങനെ ഞാൻ ബാക്കി ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ ഈ ഒരു ഐഡിയുടെ പോരായ്മ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ കമൻറ്റ് ഇട്ടുക. അപ്പോൾ വീഡിയോ ഓഫ് ആയതെന്നല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കമൻറ്റ് ഇടാൻ വേണ്ടിയിട്ട് സ്പേസും കാര്യങ്ങളൊക്കെ തന്നതാണ്. അപ്പോൾ നോക്കണമെങ്കിൽ സ്പീഡ് ഐഡി ജസ്റ്റ് നമ്മൾ മേലോട്ട് പോരുന്നുണ്ട്. 1 ബാഡ്ജ്, അതുപോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല, നോർമൽ അക്കൗണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചെറിയ ഡൗട്ടും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ പുള്ളിക്കാരൻ്റെ ലൈക്കും കാര്യങ്ങളും കാണാൻ പറ്റും. അതുപോലെ തന്നെ ആ കീക്കി എന്നുള്ള പേരും കാര്യങ്ങളും കാണാൻ പറ്റും. പിന്നെ നിങ്ങളുടെ കണ്ണ് പോയത് ആ ലൈക്കിലോട്ടാവും. ലൈക്കും സ്വാഭാവികമാണ്, എല്ലാ അക്കൗണ്ടും ലൈക്കും കാര്യങ്ങളൊക്കെ കിട്ടും. അതിലൊന്നും യാതൊരു ഡൗട്ടും കാര്യങ്ങളും. പിന്നെ അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും 5 ലെവലുള്ളവന് എങ്ങനെയാലും ഇത്ര ലൈക്കും കാര്യങ്ങളൊക്കെ കിട്ടുക. എനിക്ക് തോന്നുന്നില്ല 5 ലെവലുള്ള ഒരിക്കലും ഇത്ര ലൈക്കും കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മറക്കാമെന്ന് കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ നിങ്ങൾക്ക് 5 ലെവലാവുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര ലൈക്ക് ഉണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് കമൻറ്റ് ഇടണേ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളൊരു പുള്ളിക്കാരൻ നേരെ ഐഡിയും കാര്യങ്ങൾ ജസ്റ്റ് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. അങ്ങനെ ഒരു പുള്ളിക്കാരൻ ഐഡിയും കാര്യങ്ങളും ജസ്റ്റ് നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ നേരെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അവിടെയാണ് ഇതേപോലെ കാണുന്നത്. ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ എന്താ കാണുന്നത് അതുപോലെ തന്നെ എനിക്കും കാണാൻ പറ്റിയ വേറെ മൊബൈലിൽ നോക്കി അപ്പോഴും ഇതന്നെ കാണുന്നത്. അപ്പോൾ എന്താ സംഭവം എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നു ജസ്റ്റ് നിങ്ങൾ മറക്കാതെ ഒന്ന് കമൻറ്റ് ഇടുക. കിൽഫീൽഡോ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കുന്നില്ല, അതൊക്കെ 0 ബട്ട് അത് നോക്കുന്നേ ഇല്ല. അപ്പോൾ ഈ ഒരു ഐഡിയനെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം മറക്കാതെ ഒന്ന് കമൻറ്റ് ഇടണേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ മറക്കാതെ ഈ ചാനലും കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ ഒരു കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ വീഡിയോസ് ഡെയിലിയും കാണാനും മാക്സിമം ശ്രമിക്കുക. എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് എൻ്റെ വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ മികച്ചൊരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.